ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ചീസി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചിന്റെ റെസിപ്പിയാണ്. ഇനി റെസിപ്പി നോക്കാം. അതിനായിട്ട് ഞാനിത് 100 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഗരം മസാല, ഒരു നുള്ള് ഉപ്പ്, അതുപോലെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത്, ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതാ ഇതിലേക്ക് ഒരു പകുതി സവാള, അതുപോലെ പകുതി ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, ഇതെല്ലാം കൂടെ നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യണേ. അപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഇതിലേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു ലിഡ് വെച്ച് മൂടി വെച്ചിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇടയ്ക്കിടയ്ക്കൊന്ന് ലിഡൊന്ന് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിലേക്കുള്ള ചിക്കൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി സാൻഡ്വിച്ച് സെറ്റാക്കി എടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് പിസ്സ സോസ് നന്നായിട്ട് തന്നെ സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മിക്സില്ലേ അത് അതുപോലെ നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ്റെ മിക്സ് ഇതിലേക്ക് നന്നായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് തന്നെ ചീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മൊസറല്ല ചീസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് നല്ല എരിവൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇല്ലേ അത് ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി വേറൊരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ്റെ മിക്സ് കുക്ക് ചെയ്തെടുത്തിട്ടില്ലേ ആ സെയിം പാനിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ 2 ഭാഗവും തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്.